അറം പറ്റിയതുപോലെ ആയല്ലോ നവാസേ. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നു. നാളെ ഞാൻ എവിടെ ആവുമെന്നറിയില്ല. ഈ നിമിഷം ഞാൻ എൻ്റെ വീട്ടിൽ എത്തുമെന്ന് ഒരു നിശ്ചയവുമില്ല. അത്രയേയുള്ളൂ ഓരോ മനുഷ്യൻ്റെയും കാര്യം. നവാസ് ഒടുവിൽ പറഞ്ഞ വാക്കുകളാണിത്. ഓരോ മലയാളികളെയും മലയാള സിനിമാ ലോകത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ് നവാസിൻ്റെ മരണവാർത്ത. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ലോകം തീരുകയാണോ? കലാഭവൻ മണി പോയതിൻ്റെ ദുഃഖം മായാതെ നിൽക്കുമ്പോഴാണ് മറ്റൊരു അതുല്യ പ്രതിഭയും നമ്മെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് മലയാളികൾക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും താങ്ങാനാവുക എന്ന് ഒരു പിടിയുമില്ല. എത്രയെത്ര സ്റ്റേജ് ഷോകളിലൂടെ മലയാളികളുടെ കയ്യടി വേണ്ടുവോളം നേടാൻ കഴിഞ്ഞ കലാകാരനാണ്. ഒരു ജാടയുമില്ലാത്ത വളരെയധികം കഴിവുള്ള നല്ലൊരു കലാകാരൻ. കേട്ടത് സത്യമാവരുതേ എന്ന് പ്രാർത്ഥിച്ച നിരവധി ആളുകൾ. ഇത് സത്യമാണോ എന്നറിയാൻ വേണ്ടി മീഡിയ അരിച്ചു പെറുക്കിയവർ. ചോറ്റാനിക്കരയിലെ ഒരു ഹോട്ടൽ മുറിയിലാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യ രഹ്ന സിനിമയിൽ സജീവമായിരുന്നു. ആ സമയത്താണ് ഇരുവരും പ്രണയത്തിലാവുന്നതും. ഇവർക്ക് 3 മക്കൾ. നവാസിൻ്റെ വാപ്പയും നല്ലൊരു കലാകാരനായിരുന്നു. വാത്സല്യം എന്ന സിനിമയിലൂടെ മമ്മൂട്ടിയുടെ അമ്മാവനായി അഭിനയിച്ച അബൂബക്കർ എന്ന വലിയൊരു കലാകാരനാണ് നിയാസിൻ്റെയും നവാസിൻ്റെയും പിതാവ്. ഈ സഹോദരങ്ങളുടെ പ്രകടനങ്ങൾ വളരെയധികം പ്രേക്ഷകർ ആസ്വദിച്ചിരുന്നു. നവാസിന് ഏറെ കയ്യടി നേടിക്കൊടുത്തത് ഗൾഫിൽ നടന്ന ഒരു ഷോയിൽ വെച്ചാണ്. ജാനകിയമ്മയുടെ ശബ്ദത്തിൽ പാടിയ തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ എന്ന പാട്ട് അനുകരിക്കുമ്പോഴാണ്. അതുപോലെ എത്രയെത്ര കലാകാരന്മാരെ അനുകരിച്ച കലാകാരനാണ്. ആരോടും ദേഷ്യപ്പെടാതെ ഒരു ജാടയുമില്ലാതെ നല്ലത് മാത്രം ചിന്തിക്കുന്ന ഒരു കലാകാരനാണ് നമുക്കേവർക്കും നഷ്ടപ്പെട്ടിട്ടുള്ളത്. എൻ്റെ നവാസ്ക്ക് ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല എന്നാണ് ഭാര്യ രഹ്ന എപ്പോഴും പറയാറുള്ളത്. അവർക്കിത് എങ്ങനെ സഹിക്കാനും ഉൾക്കൊള്ളാനും ആവുമെന്ന് ഒരു പിടിയുമില്ല. ഒരു കലാകാരൻ്റെ വിജയം എളിമയാണെന്ന് തൻ്റെ ബാപ്പ എപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു എന്നാണ് നവാസ് പറഞ്ഞിട്ടുള്ളത്. ആ ബാപ്പയുടെ വാക്കുകൾ ഈ 2 മക്കളും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നുമുണ്ടായിരുന്നു. 1995-ൽ ചൈതന്യം എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമാ ലോകത്തേക്ക് നവാസ് കടന്നു വരുന്നത്. അധികം താമസിയാതെ തന്നെ സിനിമാ രംഗത്തേക്ക് ഭാര്യ രഹ്നയും കടന്നു വന്നു. അതോടെ വീട്ടുകാർ ഉറപ്പിച്ച വിവാഹമായിരുന്നു ഇരുവരുടെയും. ഇപ്പോൾ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന പ്രകമ്പനം എന്ന സിനിമയുമായിട്ടാണ് ഹോട്ടലിൽ മുറിയെടുത്തത്. വീട്ടിൽ പോയി ഉടനെ തന്നെ ഷൂട്ടിങ്ങിനായി തിരികെ എത്താമെന്ന് പറഞ്ഞാണ് ഷൂട്ടിംഗ് സ്ഥലത്തു നിന്നും റൂമിലേക്ക് പോയത്. മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന കലാഭവൻ മണിയും നവാസുമൊക്കെ മലയാളികളുടെ മനസ്സുകളിൽ നിന്ന് ഒരിക്കലും മായുകയില്ല. എന്തായാലും അപ്രതീക്ഷിതമായ ഈ വിയോഗം മലയാളികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറം തന്നെ ആയിരിക്കും.